ഹായ് സുഹൃത്തുക്കളെ, തിരക്കേറിയ നഗരജീവിതത്തിൽ നിന്ന് മാറി പ്രകൃതിയുടെ മടിത്തട്ടിൽ ഒരല്പനേരം ചിലവഴിക്കാൻ ആഗ്രഹമുണ്ടോ? എങ്കിൽ ഇന്ന് നമ്മൾ പോകുന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിലുള്ള മനോഹരമായ മീൻപിടിപ്പാറയിലേക്കാണ്. ഐതിഹ്യങ്ങളും പ്രകൃതി ഭംഗിയും ഒത്തുചേരുന്ന ഈ സ്ഥലം നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ഞങ്ങൾ യാത്ര തുടങ്ങിയത് ചവറയിൽ നിന്നാണ്. ഈവനിങ് ആണ് ഇറങ്ങിയത്. അത് കാരണം ഒരു ചായയോ കടിയൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ച് ഒരു കടയിൽ കയറി. കുണ്ടറയിലുള്ള ഒരു കടയിലാണ് ഞങ്ങൾ കയറിയത്. വീണ്ടും ഞങ്ങൾ അവിടുന്ന് യാത്ര പെട്ടെന്ന് തിരിച്ചു. അങ്ങനെ ഞങ്ങൾ ഏകദേശം മീൻപിടിപ്പാറയിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഏകദേശം 5 മണിയോട് അടുപ്പിച്ചാണ് അവിടെ എത്തിയത്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ പാർക്ക് 6 മണി വരെ ഉള്ളൂ. 6 മണി കഴിഞ്ഞാൽ അവിടെ അവർ ക്ലോസ് ചെയ്യും. അപ്പോൾ അതിന് മുമ്പായിട്ട് എത്തുക. ഇപ്പോൾ ഈ കാണുന്നതാണ് മീൻപിടിപ്പാറ. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെ ഒരു പാർക്കിംഗ് ഉണ്ട്. അവിടെ പാർക്കിംഗ് ഫ്രീ ആണ്. ഇറങ്ങി വരുമ്പോഴുള്ള പാർക്കിംഗ് ഇടാതിരിക്കാൻ ശ്രമിക്കുക. പിന്നെ ഇവിടുത്തെ എൻട്രി ഫീ എന്ന് പറയുന്നത് അഡൽട്ട്സിന് 20ഉം ചിൽഡ്രൻസിന് 10ഉമാണ് ഉള്ളത്. നമ്മൾ ടിക്കറ്റ് എടുത്ത് നേരെ കയറി വരുന്നത് ചിൽഡ്രൻസ് പാർക്കിലേക്കാണ്. അപ്പോൾ അവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള നിരവധി ഉപകരണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൊട്ടാരക്കര ടൗണിൽ നിന്നും വെറും 2 കിലോമീറ്റർ മാത്രം മാറിയാണ് മീൻപിടിപ്പാറ സ്ഥിതി ചെയ്യുന്നത്. കല്ലടയാറിൻ്റെ കൈവഴിയായ ഇത്തിക്കരയാറിൻ്റെ പാറക്കെട്ടിലൂടെ ഒഴുകുന്ന വെള്ളച്ചാട്ടമാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. പണ്ട് കാലത്ത് ഇവിടെ വലിയ മീനുകളെ പിടിക്കാൻ എളുപ്പമായിരുന്നത് കൊണ്ടാണ് ഇതിനെ മീൻപിടിപ്പാറ എന്നറിയപ്പെടുന്നതാണ് പറയപ്പെടുന്നത്. ഇവിടെയുള്ള വലിപ്പമേറിയ പാറക്കെട്ടുകൾക്കിടയിലൂടെയുള്ള വെള്ളത്തിൻ്റെ ഒഴുക്ക് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. വേനൽക്കാലത്തും മഴക്കാലത്തും ഈ സ്ഥലത്തിൻ്റെ വ്യത്യസ്തമായ 2 ഭാവങ്ങൾ കാണാമെന്നാണ് ഇവിടെ ഉള്ളവർ പറയുന്നത്. കുടുംബത്തോടൊപ്പം വൈകുന്നേരങ്ങളിൽ ചിലവഴിക്കാൻ പറ്റിയ ഒരിടം തന്നെയാണിത് കേട്ടോ. സുഹൃത്തുക്കളെ, ഇവിടെ വരുമ്പോൾ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പാറക്കെട്ടുകളിൽ വഴുക്കലുണ്ടാകാൻ സാധ്യത കൂടുതലാണ്. വെള്ളം പോയിട്ട് പായൽ പിടിച്ചിട്ട് നല്ല പോലെ തെന്നിക്കിടക്കുന്നതാണ്. അപ്പം എൻ്റെ വൈഫ് മോനെ ഇറങ്ങിയപ്പോഴും ആ ഒരു ചെറിയ വഴുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കണം. ഇറങ്ങുന്ന സമയത്ത് തെന്നി വീഴാതെയൊക്കെ നോക്കണം കേട്ടോ. വൈകുന്നേരങ്ങളിലൊക്കെ കുടുംബത്തോടൊപ്പം വന്നിരിക്കാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണിത്. പുഴയോട് ചേർന്ന് തന്നെ ഒരു തൂക്കുപാലവും പുഴ മറികടക്കാനായിട്ടൊരു തൂക്കുപാലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതേപോലെ ചെറിയ നടപ്പാതയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ കുളിക്കാനായിട്ട് വരാൻ പറ്റുന്നതെന്ന് വെച്ചാൽ വേനൽക്കാലത്താണ്. വേനൽക്കാലത്ത് ചെറിയ വെള്ളം കുറയുമ്പോൾ മാത്രമേ നമുക്കവിടെ കുളിക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം അല്ലാത്ത പക്ഷം വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ അവർ പറയുന്നിട്ടുണ്ട്, അവർ അനുവദിക്കുന്ന സ്ഥലത്ത് മാത്രം കുളിക്കാൻ ശ്രമിക്കുക, അല്ലാത്ത ഭാഗങ്ങളിൽ ഇറങ്ങാതിരിക്കുക. അത് വൻ അപകടങ്ങൾക്ക് കാരണമായേക്കാം. മറ്റൊന്ന്, ഇവിടെ കുളിക്കാൻ ഇറങ്ങുമ്പോൾ സോപ്പോ ഷാമ്പുവോ ഒക്കെ ഉപയോഗിച്ച് വെള്ളം മലിനമാക്കാതിരിക്കാൻ ശ്രമിക്കുക. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കാനും ശ്രമിക്കുക. അപ്പോൾ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പാർക്കിംഗ് ഇതാണ്. ഇവിടെ പേ പാർക്കിംഗ് ആണ് എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷേ ഓഫ് സീസൺ ആയതുകൊണ്ട് പേ ചെയ്യുക, അവിടെ പൈസ അടിക്കുന്നില്ല. പക്ഷേ അതിന് മുകളിലുള്ള പാർക്കിങ്ങിൽ അവർ പൈസ ഈടാക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി. ഇതുപോലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. കീപ്പ് വാച്ചിങ്. താങ്ക് യു.